തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ഇന്ന് ശിക്ഷ വിധിക്കും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. തമിഴ്നാട് കന്യാകുമാരി സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ ഏക പ്രതി. വിവരങ്ങളുമായി സൂര്യഗായത്രി ചെയ്യുന്നുണ്ട്. സൂര്യഗായത്രി, രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകും. എപ്പോഴായിരിക്കും ഈ ശിക്ഷാവിധി ഉണ്ടായിരിക്കുക? കൂടുതൽ വിവരങ്ങൾ. 11 മണിയോടുകൂടി അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതിക്കുള്ള ശിക്ഷ കോടതി വിധിക്കും എന്നുള്ളതാണ് അറിയുന്നത്. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക. കഴിഞ്ഞ ദിവസം കോടതി ചേർന്ന സമയത്ത് തന്നെ ഈ പ്രതി കുറ്റക്കാരനാണ് എന്ന് അതിനു മുൻപ് തന്നെ കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് പ്രതിയുടെ മാനസിക നില പരിശോധന റിപ്പോർട്ട് ഉൾപ്പെടെ 11 റിപ്പോർട്ടുകൾ കോടതി തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം കോടതി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. വധശിക്ഷ പ്രതിക്ക് നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനീതയെ കൊലപ്പെടുത്തുക മാത്രമല്ല, അതിനു മുൻപും കൊലപാതകങ്ങൾ ഈ പ്രതിയായിട്ടുള്ള രാജേന്ദ്രൻ ചെയ്തിട്ടുണ്ട്. കുടുംബത്തെ മുഴുവനായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കസ്റ്റംസ് ഓഫീസറെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയതിനു ശേഷമാണ് വിനീതയെയും കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു സീരീസ് കില്ലറാണ് രാജേന്ദ്രൻ. അതുകൊണ്ട് തന്നെ പണത്തിനും സ്വർണത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഇനിയും അയാൾ പല കൊലപാതകങ്ങളും നടത്തും. അതുകൊണ്ട് അദ്ദേഹത്തെ സമൂഹത്തിലേക്ക് സ്വൈര്യവിഹാരത്തിന് ഇറക്കി വിടരുത് എന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം കുറ്റം ചെയ്യാത്തതിനാൽ തനിക്ക് പശ്ചാത്താപമില്ല എന്നുള്ളതാണ് രാജേന്ദ്രൻ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രായം കണക്കിലെടുക്കണം. 70 വയസ്സുള്ള അമ്മ തനിച്ചാണ്. അമ്മയെ താരാണ് നോക്കേണ്ടത്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ശിക്ഷയിൽ ഒരു ആവശ്യമാണ് രാജേന്ദ്രൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്, പ്രതിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഇതിലൊക്കെ വിശദമായിട്ട് അന്വേഷണം നടത്തി പോലീസിന്റെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം ഇന്ന് പ്രതിക്കുള്ള ശിക്ഷ കോടതി വിധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണം എന്നുള്ള ആവശ്യമാണ് വിനീതയുടെ തന്നെ കോടതിയും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രതിക്ക് പരമാവധി തന്നെ ശിക്ഷ കോടതി നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് വിനീതയുടെ കുടുംബം ഉൾപ്പെടെ ഇപ്പോൾ ഉള്ളത്. 2022 ഫെബ്രുവരി 6 തലസ്ഥാനത്തെ നടുക്കിയ കൊലപാതകത്തിലാണ് ഇന്നിപ്പോൾ കോടതി വിധി പറയുക. എന്താകും പ്രതിയായിട്ടുള്ള രാജേന്ദ്രന് കോടതി നൽകുന്ന ശിക്ഷാവിധി എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. എന്തായാലും പ്രതിക്ക് മാനസികമായിട്ടൊരു പരിവർത്തനം ഉണ്ടാകില്ല എന്നത് ഉൾപ്പെടെ പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ട് അടക്കമാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ റിപ്പോർട്ട് ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കോടതി ഒരു വിധി പ്രസ്താവിക്കുക. സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയിട്ടാണ് അലങ്കാര കടയിൽ ജോലി ചെയ്തിരുന്ന വിനീതയെ രാജേന്ദ്രൻ കൊലപ്പെടുത്തുന്നത്. ചെടി വാങ്ങാനെന്ന വ്യാജേന കടയിലേക്ക് എത്തി കഴുത്ത് മുറിച്ച് വിനീതയെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം മാലയുമായിട്ട് തമിഴ്നാട്ടിലേക്ക് തന്നെ രാജേന്ദ്രൻ മടങ്ങിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് സ്വദേശിയാണ് രാജേന്ദ്രൻ. അതിനുശേഷം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തിയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത്. ദൃക്സാക്ഷികൾ ഇല്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയിലാക്കിയത്. വിനീതയെ രാജേന്ദ്രൻ കൊലപ്പെടുത്തുന്നത് നേരിട്ട് കണ്ട ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് രാജേന്ദ്രൻ എന്ന പ്രതിയിലേക്ക് എത്തുന്നത്. സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതി രാജേന്ദ്രൻ തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ പോലീസ് അന്വേഷണം നടത്തിയാണ് രാജേന്ദ്രൻ എന്ന പ്രതിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ വിനീത കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള രാജേന്ദ്രന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻ കോടതി ശിക്ഷ വിധിക്കും. അത് പരമാവധി ശിക്ഷ തന്നെ രാജേന്ദ്രന് നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂട്ടർ തന്നെ വിനീതയുടെ കുടുംബവും മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. തീർച്ചയായും സൂര്യഗായത്രി, പരമാവധി ശിക്ഷ നൽകണമെന്നാണ് വിനീതയുടെ കുടുംബമടക്കം ആവശ്യപ്പെടുന്നത്. തമിഴ്നാട് കന്യാകുമാരി സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ ഏക പ്രതി. പ്രതിയുടെ പശ്ചാത്തലം തന്നെ വളരെ എടുത്തു പറയേണ്ടതാണ്. കേസിലെ നാൾവഴികൾ എങ്ങനെയായിരുന്നു? പ്രതിയുടെ പശ്ചാത്തലം പരിഗണിച്ച് തന്നെയാണ് അയാളെ വെറുതെ വിടരുത്, പരമാവധി ശിക്ഷ അയാൾക്ക് നൽകണമെന്നുള്ളൊരു ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 2022 ഫെബ്രുവരി 6 ഈ സംഭവം നടക്കുന്നത്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് തന്നെ ജോലി തേടിയിട്ടാണ്. അതിനുശേഷം ഈ അമ്പലമുക്ക് പരിസരത്ത് തന്നെ ഒരു ചായക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് ചെടി വാങ്ങാനെന്ന വേജേന വിനീത ജോലി ചെയ്യുന്ന അലങ്കാര ചെടിക്കടയിൽ എത്തുന്നത്. അതിനുശേഷം വിനീതയെ കൊലപ്പെടുത്തുകയും വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവൻ
നാലാണ്ട് പോവുകയും പ്രതി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് അയാൾ തിരിച്ച് മടങ്ങുകയായിരുന്നു. പിന്നീട് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചതിനിടയിൽ നിന്നാണ് രാജേന്ദ്രനിലേക്ക് ഒരു സംശയം പോലീസിനെത്തുന്നത്. തമിഴ്നാട് ഉൾപ്പെടെ ഊർജിതമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇയാൾ തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ താമസിച്ചിരുന്ന റൂമിന്റെ സമീപ റൂമുകളിൽ താമസിച്ചിരുന്നവരുടെ അടക്കമുള്ള മൊഴി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ വാദവും കോടതിയിൽ അവരെ ഹാജരാക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ രാജേന്ദ്രൻ താമസിക്കുന്ന മുറിക്ക് സമീപത്ത് താമസിക്കുന്നവരാരും ഇയാളുമായിട്ട് ഒരു തരത്തിലും മിണ്ടുകയോ പരിചയപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അത്രത്തോളം അയാളെ എല്ലാവർക്കും പേടിയായിരുന്നു. അയാളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇടപഴകാനോ ഒന്നും തന്നെ ആരും താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുള്ള വിവരമൊക്കെ പോലീസിന് ലഭിക്കുന്നു. രാജേന്ദ്രന് എന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആ സമയത്താണ് തമിഴ്നാട്ടിൽ അയാൾ വേറെയും കൊലപാതകം നടത്തിയിട്ടുണ്ട്, അതിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് അത് കസ്റ്റംസ് ഓഫീസറെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൊലപ്പെടുത്തി ജയിലിൽ കഴിഞ്ഞ് ശിക്ഷ കാലയളവ് കഴിഞ്ഞതിനു ശേഷം പുറത്തിറങ്ങിയ വ്യക്തിയാണ് രാജേന്ദ്രൻ എന്നതിലേക്ക് പോലീസ് എത്തുന്നു. അതിനുശേഷം ഊർജിതമായിട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് CCTV ക്യാമറകളും CCTV ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും ഒക്കെ തന്നെ രാജേന്ദ്രനിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് തമിഴ്നാട്ടിൽ വെച്ച് തന്നെയാണ് രാജേന്ദ്രനെ പോലീസ് പിടികൂടുകയും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ തെളിവുകളൊക്കെ പരിശോധിച്ച പോലീസിന് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്, വിനീതയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് രാജേന്ദ്രൻ ആണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞതിന് മുന്നത്തെ ദിവസം കോടതി ചേർന്ന സമയത്ത് രാജേന്ദ്രൻ തന്നെയാണ് പ്രതി, രാജേന്ദ്രൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ളത് തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് മാനസിക നില പരിശോധന റിപ്പോർട്ട് ഉൾപ്പെടെ ഉള്ളവ പോലീസിനോട് അടുത്ത ദിവസം ഹാജരാക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കോടതി. കഴിഞ്ഞ ദിവസം 21-ാം തീയതി കോടതി ചേർന്ന സമയത്ത് ഈ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ കോടതിയെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു മാനസിക പരിവർത്തനം ഇനി രാജേന്ദ്രന് ഉണ്ടാകില്ല എന്നത് ഉൾപ്പെടെ അടങ്ങുന്ന പോലീസ് റിപ്പോർട്ട് അടക്കമാണ് കോടതിക്ക് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും കോടതി പ്രതിക്കുള്ള ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുറ്റം ചെയ്യാത്തതിനാൽ തനിക്ക് പശ്ചാത്താപമില്ല എന്നുള്ള കാര്യമാണ് രാജേന്ദ്രൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടും അതിൽ ഒരു പശ്ചാത്താപവും കാണിക്കാത്ത പ്രതിക്ക് ഇനി വരുന്ന ദിവസങ്ങളിലും ഒരു മാനസിക പരിവർത്തനവും ഉണ്ടാകില്ല എന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇയാളെ ഇനിയും പുറത്തേക്ക് വിടുകയാണെങ്കിൽ പണത്തിനും സ്വർണത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഇനിയും അയാൾ കൊലപാതകങ്ങൾ പലതും നടത്തും എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള രാജേന്ദ്രന് നൽകണം എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം. കുടുംബത്തിന് ഏക അത്താണിയായിരുന്നു വിനീത എന്നുള്ളതാണ്. വിനീതയെ സ്വർണമാലയ്ക്ക് വേണ്ടി കൊലപ്പെടുത്തിയ രാജേന്ദ്രന് അല്ലെങ്കിൽ തന്റെ മകളുടെ കൊലപാതകിക്ക് അത് കടുത്ത ശിക്ഷ തന്നെ നൽകണം, ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് വിനീതയുടെ കുടുംബവും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടതിയിൽ വിനീതയുടെ കുടുംബം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ 11 മണിയോടുകൂടി 2022 ഫെബ്രുവരി 6 നടന്ന അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള രാജേന്ദ്രന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കും. ആ ശിക്ഷ എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി